ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 15-ാമത്തെ അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ പഠിച്ച് നിർത്തിയുണ്ടായി. 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് അബ്രഹാമിന് മക്കളില്ലാതിരിക്കെ ദൈവം അബ്രഹാമിനൊരു പ്രോമിസ്, ഒരു വാഗ്ദത്തം ചെയ്യുന്നതാണ് കണ്ടത്. ആ വാഗ്ദത്തം പറഞ്ഞത് ഒരു അതിരുകൾ നിശ്ചയിച്ചിട്ട് ഈ അതിരുകൾക്കുള്ളിലുള്ള ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി തരും എന്നല്ല, തന്നിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട്, അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ചിന്തിച്ചുകൊണ്ടാണ് നിർത്തിയത്. ദൈവം അബ്രഹാമിനെ 2 പ്രാവശ്യം ദൈവത്തിന്റെ സന്ദർശനം, അല്ലെ ദൈവത്തെ അഭിമുഖമായി കണ്ടിട്ടുള്ള കാര്യത്തെ കുറിച്ച് 2 ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു, സ്തെഫാനോസിന്റെ പ്രസംഗത്തില് സ്തെഫാനോസ് പറയുന്നു തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ പുറപ്പാട് പുസ്തകത്തില് മോശ ദൈവത്തോട് ചോദിക്കുന്നു, ഇസ്രായേൽ മക്കളെ വെടിവെക്കാൻ അവരുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ എന്തുമാ പറയേണ്ടി, അവരോട് ആരെന്നെ അയച്ചു എന്ന് പറയണം എന്ന് ചോദിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്ന കാര്യം നമുക്ക് അറിയാം. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മളത് പഠിച്ചതാണ്. അവിടെ ദൈവം മോശയോട് പറയുന്നത്, ഞാൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് യഹോവ നാമത്തിൽ പ്രത്യക്ഷമായില്ല, ഞാൻ യഹോവയാകുന്നു എന്ന് മോശയോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം, മോശയോട് ദൈവം അരുളി ചെയ്തപ്പോ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് ദൈവം തന്നെ ആ സാക്ഷ്യം മോശയോട് പറയുന്നുണ്ട്. അതിന് നമുക്കൊരു കാര്യം അറിയാം. പിന്നെ ഈ അബ്രഹാമിന് ദൈവം സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഗ്രഹിക്കാം. അപ്പൊ അങ്ങനെ സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ട അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമിന് മക്കളില്ലാതിരിക്കെ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി ഈ ദേശമെല്ലാം തന്നിരിക്കുന്നു. എല്ലാ സമയത്തും ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന് 1% പോലും സാധ്യത ഇല്ലാതിരിക്കുന്ന സമയത്താണ് ദൈവം എല്ലായ്പ്പോഴും ദൈവം ശക്തനാണ്, പറഞ്ഞ നിവർത്തിപ്പാൻ ദൈവം പ്രാപ്തനാണ്, വിശ്വസ്തനാണ് എന്നറിയത്തക്ക രീതിയിൽ നമ്മളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത്. ഇവിടെ അബ്രഹാമിനോട് ഈ കാര്യം പറയുമ്പോൾ അബ്രഹാമിന് മക്കളില്ല. 16-ാം അധ്യായത്തിൽ 1-ാം വാക്യം പോലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ 16-ാം വാക്യത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അബ്രഹാമിന്റെ ഭാര്യ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. സാറായി ഒരു മക്കളെ പ്രസവിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ മക്കളെ പ്രസവിക്കാൻ സാധ്യതയില്ലാതിരുന്ന ഒരു ഭാര്യയുള്ള ഒരു മനുഷ്യനോടാണ് ദൈവത്തിന്റെ അരുളപ്പാട് ദൈവം പറയുന്നത്, നിന്റെ സന്തതിക്ക് ഞാൻ ശാശ്വത അവകാശമായിട്ട് ഇതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു, ഈ ദേശമെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അബ്രഹാം ഇത് കേട്ടു. അബ്രഹാമിന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണെന്നുള്ള ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു, അറിയാം. പക്ഷെ എന്നാലും അബ്രഹാം ഭാര്യയല്ല കണ്ടത്, പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത നിസ്സഹായ അവസ്ഥയല്ല അബ്രഹാം കണ്ടത്. നേരെ മറിച്ച് അബ്രഹാം റോമാനായിട്ട് നമ്മൾ ചിന്തിച്ച പോലെ അബ്രഹാം അത് പറഞ്ഞ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടെന്ന് നമ്മൾ റോമാനായിട്ട് വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അബ്രഹാം ദൈവം പറഞ്ഞ കാര്യം അബ്രഹാം അങ്ങനെ തന്നെ വിശ്വസിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രൈമി ദാസി ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ ഇതിന് മുന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ കനാൻ ദേശം വിട്ടിട്ട് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകാൻ എന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യപ്പെട്ട കാര്യം ആയിരുന്നില്ല എന്ന് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഈ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയത് നിമിത്തം ഇപ്പോ ഒരു കാര്യം കൂടെ ഇവരുടെ ജീവിതത്തിലുണ്ടായി. ഒരു മിസ്രൈമി ദാസി ഇവരുടെ കൂടെ കൂടാൻ ഇടയായി. ഇവിടെ നമ്മൾ കാണുന്ന ഈ മിസ്രൈമി ദാസി അബ്രഹാമിന്റെ ഭാര്യ ആയിരിക്കുന്ന സാറായിക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി മിസ്രൈം ദാസി ഇപ്പൊ കൂടുതലുണ്ട്. സാറായി
അബ്രഹാമിനോട് ഒരു അഡ്വൈസ് കൊടുക്കും, ഒരു ബുദ്ധിപദേശം കൊടുക്കുന്നുണ്ട്. ആ ബുദ്ധിപദേശം മറ്റൊന്നുമല്ല, എനിക്ക് മക്കളെ പ്രസവിക്കാൻ കഴിവില്ല, മക്കളെ ഞാൻ പ്രസവിച്ചിട്ടില്ല. പക്ഷെ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ നിന്റെ അവകാശിയാകും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന് മുന്നേ അധ്യായത്തിൽ നമ്മൾ കണ്ടതാ. അബ്രഹാം പറയുന്നുണ്ട്, എനിക്ക് അതുമതി ആ സ്വത്തെല്ലാം ഉണ്ട്, പക്ഷെ ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ അവകാശി എന്റെ കാലശേഷം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം അവകാശിയായിരിക്കുന്നത് നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല, ഇതിന്റെ എല്ലാം അവകാശി ദമേശുകാരനായി ഏലിയാസറാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം അബ്രഹാം പറഞ്ഞു, അങ്ങനല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിനക്ക് അവകാശിയാകും എന്നുള്ള കാര്യം സാറായി ഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗ്രഹിച്ചതിന്റെ വെളിച്ചത്തില് ഈ അബ്രഹാമിനോട് സാറായി പറയുന്ന നിർദ്ദേശമുണ്ട്. ഞാൻ മക്കളെ പ്രസവിക്കാൻ നിവൃത്തിയില്ല, അതിനുള്ള ദൈവം എന്റെ ഗർഭം അടച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല. പക്ഷെ ഈ ദാസി മക്കളെ പ്രസവിക്കും, അതും നീ മുഖാന്തരമാകുമ്പോൾ അതും നിന്റെ ഉദരത്തിൽ പുറപ്പെടുന്ന മകൻ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ആ ദാസിയുടെ അടുത്ത് ചെന്ന്, അങ്ങനെ ദാസി എന്ത് ചെയ്തു? ദാസി ഒരു മകനെ പ്രസവിച്ചു, ഇസ്മായിൽ എന്നൊരു മകനെ ദാസി പ്രസവിച്ചു. ഈ ദാസി എന്ന് പറയുന്ന ഈ സ്ത്രീ താൻ ഗർഭിണിയായി എന്ന് കണ്ടപ്പോ തൻ്റെ അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറായിയോട്, തന്റെ യജമാനത്തിയോട് അവൾക്ക് അല്പമില്ലാത്ത നീരസം പുച്ഛമൊക്കെ തോന്നാനിടയായി. ആ കാര്യം അബ്രഹാമിന്റെ ഭാര്യയായ സാറായി എന്ന് പറയുന്നു. ഉടനെ സാറായിയോട് അബ്രഹാം പറയുന്ന കാര്യം, അവൾ നിന്റെ ദാസിയാണല്ലോ, നിന്റെ ഇഷ്ടം പോലെ അവളോട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ഈ അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയുടെ കാഠിന്യ നിമിത്തം ഈ അബ്രഹാമിന്റെ ഭാര്യയുടെ ദാസിയായിരിക്കുന്ന ഈ ഹാഗാർ ഈ അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയെ വിട്ടുപോകുന്ന നമ്മൾ കാണുന്നു. വിട്ടുപോകുന്നു. അങ്ങനെ വിട്ടുപോകുന്ന ഈ സാറായിയെ ദൈവത്തിന്റെ ദൂതൻ വഴിക്ക് സന്ധിച്ചിട്ട് അബ്രഹാമിന്റെ സാറായിയുടെ ദാസിയായിരിക്കുന്ന ഹാഗാർ, നീ എവിടേക്ക് പോകുന്നു, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പം സാറായിയുടെ ദാസി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ യജമാനത്തിയുടെ ബുദ്ധിമുട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവളെ വിട്ടു പോവാന്ന് പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ ദൂതന്റെ അവളോടുള്ള മറുപടി, നീ മടങ്ങി ചെന്നിട്ട് അവൾക്ക് കീഴടങ്ങിയിരിക്കണമെന്നാണ്. നമ്മളൊരു സ്റ്റോറി പോലെ നമുക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ എന്താണ് ഈ ഹാഗാർ, എന്താണ് ഈ സാറായി, എന്താണ്? ഗലാത്യലേഖനം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് ഈ രണ്ട് സ്ത്രീകൾ എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ് ഞാനത് വായിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു പക്ഷെ അറിയാമെങ്കിൽ പോലും ഒരിക്കൽ കൂടെ വായിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് ഞാനത് ആ ഭാഗം വായിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗലാത്യലേഖനം 4-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ, ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവീൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരം, സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താൽ ജനിച്ചിരുന്നു. ഇത് സാദൃശ്യം ആകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബിദേശത്തെ സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പൊ ഈ 2 സ്ത്രീകളെ കുറിച്ച് വാട്സാപ്പ് കട്ടായി പോയി കേട്ടോ. ശരിയായോ ബ്രദറെ? ശരിയായി. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മളൊരു ഹാഗാറിനെ കാണുന്നുണ്ട്. ഹാഗാർ സാറായിയുടെ ദാസിയാണ്. ഈ ഹാഗാർ എന്നത്
എന്താണ് ഈ ഹാഗാറും ഈ സാറായി എന്ന് പറയാൻ എന്താണ് എന്നുള്ളത്, ഇത് ആത്മീയമായിട്ട് ഇത് എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ. ഇത് രണ്ട് സ്ത്രീകൾ തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല, സംശയമൊന്നുമില്ല, സത്യമാണ്. പക്ഷെ ഈ രണ്ട് സ്ത്രീകളിലും ഓരോ മക്കളും അബ്രാഹാം ജനിച്ചിട്ടുണ്ട്, അതും ശരി തന്നെയാണ്. പക്ഷെ എന്താണ് ഇത് പ്രതിനിധീകരിക്കുന്നത്, ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് ഗലാത്യ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങളാണ്. ഈ ഹാഗാർ എന്നുള്ളതും സാറായി എന്നുള്ളതും സാറായി എന്നുള്ളതും രണ്ട് നിയമങ്ങളാണ്. ഹാഗാർ എന്ന നിയമം അവിടെ നമ്മൾ വായിച്ചു, ഇപ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഹാഗാർ എന്നത് സീനായ് മലയാണ്. ഹാഗാർ എന്ന് പറയുന്നത് സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ച് അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗാർ. സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം, ന്യായപ്രമാണം. ഇപ്പൊ സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ച് അടിമകളെ പ്രസവിക്കുന്ന അതിന്റെ സിമ്പലാണ്, അതിന്റെ നമുക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹാഗാർ എന്ന് പറയുന്നത് സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ച് അടിമകളെ പ്രസവിക്കുന്ന ന്യായപ്രമാണമാണ്. അത് ഹാഗാറാണ്. അപ്പൊ ഈ സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ച് അടിമകളെ ആണോ പ്രസവിക്കുന്നത്, അഥവാ ന്യായപ്രമാണം അടിമകളെയാണോ അടിമകളെയാണോ പ്രസവിക്കുന്നത്? ഈ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത നമ്മൾ റോമലേഖനം ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ ഒരിക്കൽ കൂടെ അത് അല്പമായിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ധരിക്കുന്നു. അപ്പോ ഈ സീനായ് മലയിൽ നിന്ന് ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണ പ്രകാരം ആ ന്യായപ്രമാണത്തിൽ ഉള്ളവര് അടിമത്തത്തിലാണ് ഇരിക്കുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത, ന്യായപ്രമാണം ഒരു മനുഷ്യനെ പോലും പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നില്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും ലഭിക്കുന്നില്ല. നേരെ മറിച്ച് താൻ പാപിയാണെന്നും പാപത്തിന് ദൈവം ശിക്ഷ വിധിക്കുമെന്നും ആ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ദൈവം നിഷ്കർഷിച്ചിരിക്കുന്ന, ദൈവം വിധിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രമാണപ്രകാരമുള്ള യാഗങ്ങൾ നടത്തിയാൽ ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഒഴിവ് ന്യായപ്രമാണം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് അറിയാം. എന്നാൽ അത്രയുള്ള കാര്യമല്ലാതെ പാപത്തിൽ നിന്ന് സ്ഥിരമായ ഒരു മോചനം ന്യായപ്രമാണപ്രകാരം ഒരു മനുഷ്യന് പോലും ലഭിക്കുന്നില്ല. പാപത്തിന്റെ പരിജ്ഞാനം വരുന്നുണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്നവര് എല്ലാ കാലത്തും പാപത്തിന്റെ ദാസ്യത്വത്തിലായിരിക്കുന്നു, അടിമത്തത്തിലായിരിക്കുന്നു. അവർക്ക് ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ന്യായപ്രമാണത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മഹാപാപപരിഹാര ദിവസം എന്നൊരു ദിവസം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എല്ലാ വർഷവും ഉണ്ട്. ആ മഹാപാപപരിഹാര ദിവസം എന്ന് പറഞ്ഞാൽ അവരുടെ മഹാപുരോഹിതൻ സ്വന്തം പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി, ജനങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയും ഒരു കാളയെയും ഒരു ആടിനെയും യാഗം കഴിച്ചിട്ട് ആ യാഗം കഴിക്കപ്പെട്ട കാളയുടെയും ആടിന്റെയും രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത്, മോസ്റ്റ് ഹോളി പ്ലേസിൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറിച്ച് ദൈവത്തിന്റെ മുൻപാകെ അവർക്ക് അതിൽ നിന്നുള്ള വിടുതലല്ല, അതിൽ നിന്നുള്ള ആ ശിക്ഷയിൽ നിന്നുള്ള ഒഴിവിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് മഹാപാപപരിഹാര ദിവസം. പക്ഷെ അത് ഒരു വർഷത്തിൽ ഒരിക്കൽ പോരാ, എല്ലാ വർഷവും റിപ്പീറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരിക്കൽ പോലും നിത്യമായ ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ഈ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ആർക്കും ഒരിക്കലും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് എല്ലാ വർഷവും ഇവർ ചെയ്യണം. എന്നാൽ രണ്ടാമത്തെ ഒരു പ്രമാണമുണ്ട്, അത് ആത്മാവിന്റെ പ്രമാണമാണ്. അത് യേശു ക്രിസ്തു മുഖാന്തരം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന, വിഭാവനം ചെയ്തിരിക്കുന്ന, സംവിധാനം ചെയ്തിരിക്കുന്ന ആ പ്രമാണത്തിന്റെ കീഴിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, പാപത്തിൽ നിന്ന് തന്നെയുള്ള
വിടുതലാണ് യേശു ക്രിസ്തു മുഖാന്തരമുള്ളവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നമ്മൾ മത്തായി സുവിശേഷം ആദ്യം വായിക്കുമ്പോൾ യേശു എന്ന് പേരിടണം എന്ന് ദൈവത്തിന്റെ ദൂതൻ മറിയയോട് പറയുന്നതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ യേശു എന്ന പേരിടുന്നതിന്റെ ആ യേശു എന്ന പേരിന്റെ അങ്ങനെ പേർ വിളിക്കുന്നതിന്റെ താല്പര്യം പോലും യേശുവിൽ ഉള്ള അല്ലെ യേശുവിൽ വിശ്വസിക്കുന്ന ആരുടെയും പാപങ്ങൾക്ക് താൽക്കാലികമായി ആ ശിക്ഷയിൽ നിന്നുള്ള ഒഴിവല്ല. അത് മാത്രമല്ല, ഇനി ഒരിക്കൽ പോലും പാപം ചെയ്യാതെ വണ്ണം അവനെ പാപത്തിൽ നിന്നുള്ള രക്ഷ, പാപത്തിൽ നിന്നുള്ള വിടുതൽ, അതും യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമാണ്. എന്നാൽ പഴയ പ്രമാണത്തിൽ, ന്യായപ്രമാണത്തിന് കീഴിൽ അഥവാ ഹാഗാറിന്റെ മക്കളായിരിക്കുന്ന സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ച് അടിമകളെ പ്രസവിക്കുന്ന ഹാഗാറിന്റെ മക്കൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യമില്ല. ഏത് സ്വാതന്ത്ര്യം? പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചിരുന്നില്ല. അതാണ് ഈ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്ന ഹാഗാർ എന്ന് പറയുന്നത്. അവിടെ അപ്പൊ ഹാഗാർ മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച മോനും ഹാഗാറിന്റെ മോനല്ല, അബ്രഹാമിന്റെ മോൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ പ്രത്യക്ഷത്തിന്റെ ചിന്ത വരാൻ സാധ്യതയുണ്ട്. ദൈവം പ്രോമിസ് കൊടുത്തത് അബ്രഹാമിനോടാണല്ലോ, നിന്റെ സന്തതി കൊടുക്കും. അപ്പൊ ഇത് അബ്രഹാമിന്റെ സന്തതി അല്ലേ? പക്ഷെ റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഇസ്രായേലിൽ ജനിച്ചവരെല്ലാവരും ഇസ്രായേലരെന്നും അബ്രഹാമിന്റെ മക്കളായാൽ സന്തതി എന്നും വരുന്നില്ല. അപ്പൊ അബ്രഹാമിന്റെ മക്കളായി ജനിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി അല്ല. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഈ കാലത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ജനിക്കും എന്നല്ലോ വാഗ്ദത്തം. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച ദൈവത്തിന്റെ സന്തതി ക്രിസ്തുവാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സിംബോളിക്കലായിട്ട് അതിന് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ചിന്തിക്കത്തക്ക രീതിയിൽ ഉള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച സന്തതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്താൽ ജനിച്ച സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തു ആയിരിക്കെ തന്നെ അതിന്റെ ഉപമാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാറായിൽ നിന്ന് ജനിച്ച ഇസാക്കാണ്. അപ്പൊ ഈ ഇസാക്കിനോട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ, അല്ല ഈ നിന്റെ സന്തതി എന്ന് അബ്രഹാമിനോട്, നിന്റെ സന്തതി കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ സന്തതി ക്രിസ്തു ആയിരിക്കെ തന്നെ ഈ സാറായിയോടാണ് ദൈവത്തിന്റെ, സാറായിൽ നിന്ന് അബ്രഹാമിന് സാറായിൽ നിന്ന് ഉണ്ടാകുന്ന മകനാണ് അവകാശി എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയത്. കാരണം ഈ ഇസ്മായിലിനെ കുറിച്ചാണ് ഈ കാലത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ജനിക്കും എന്നല്ലോ വാഗ്ദത്തം. എന്നിട്ട് ആ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നാമോ ഇസാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളത്രേ. അപ്പൊ വാഗ്ദത്താൽ ജനിച്ച മക്കളാണ് അവകാശികളായിത്തീരുന്നത്. ഇസ്മായിൽ അങ്ങനെ വാഗ്ദത്താൽ ജനിച്ചതല്ല, നേരെ മറിച്ച് ഈ ജഡപ്രകാരം ജനിച്ചതാണ്. ജഡപ്രകാരം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സ്വന്തം താല്പര്യപ്രകാരം ജനിച്ചതാണ് ഇസ്മായിൽ. അപ്പൊ അങ്ങനെ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, വാഗ്ദത്താൽ ജനിച്ച മക്കളെ എത്ര സന്തതി നേടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ജനിച്ചവരെല്ലാവരും ഇസ്രായേലിലാണെന്നല്ല, അബ്രഹാമിന്റെ മക്കളാൽ അവകാശികളുമല്ല. യേശുക്രിസ്തു ഒരിക്കല് നദനയേൽ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടിട്ട് യേശുക്രിസ്തു പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അതിങ്ങനായിരുന്നു, നമുക്കറിയാം, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. അപ്പോ യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ മക്കളാണ് എന്നതുകൊണ്ട് മാത്രം അവര് ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നവർ എന്ന് അല്ല വരുന്നത്, അങ്ങനെ വരുന്നില്ല. അവർ ഇസ്രായേലിലാണ്. എന്നാൽ ഈ പരിച്ഛേദനയേറ്റ് ന്യായപ്രമാണം ഏറ്റുവാങ്ങാൻ പരിച്ഛേദനയേറ്റ എല്ലാ മനുഷ്യരും ന്യായപ്രമാണം അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനത്തിലെ അപ്പോസ്തലൻ പൗലോസിന്റെ പ്രതിപാദ്യ വിഷയം അതാണല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള അവര് അടിമകളാണ്. എന്തിന്റെ അടിമകൾ? പാപത്തിന്റെ അടിമകളാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്നവരെല്ലാം പാപത്തിന്റെ ദാസന്മാരാണ്, അടിമകളാണ്. അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തു മുഖാന്തരം നിത്യ ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉള്ള പാപ ക്ഷമ മാത്രമല്ല പാപ വിടുതലും കിട്ടിയവരെയാണ്
കിട്ടിയവരെ കുറിച്ചാണ് ഈ സാറായിയുടെ മക്കൾ എന്നുള്ള രീതി എന്നുള്ളത് ഗലാത്യ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഹാഗാർ എന്ത് ചെയ്തു? ഹാഗാർ ചെയ്ത കാര്യം തന്റെ യജമാനത്തെ വിട്ട് ഓടിപ്പോയി. നമ്മൾ ചിന്തിച്ചല്ലോ, ഈ ഹാഗാർ എന്ന് പറഞ്ഞാല് അത് ജഡത്തിൽ നിർഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ആത്മീയമല്ല, ജഡീകമായ കൽപ്പനയാണ്. അപ്പൊ ഈ എല്ലാ സമയത്തും ഈ ജഡം ചെയ്യേണ്ട കാര്യം, അല്ലെ ജഡത്തെ കൊണ്ട് നമ്മൾക്ക് ചെയ്യിക്കാൻ കഴിയേണ്ട കാര്യം, എല്ലാ സമയത്തും ജഡം ആത്മാവിനെ വിട്ടു പോകുമല്ല, നേരെ മറിച്ച് ഈ ആത്മാവിന് ജഡം കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രമാണം. ഇവിടെ ദൂതനതാ പറയുന്നത്, നീ ദാസിയാണ്, നിന്റെ യജമാനൻ നിന്നെ പ്രയാസപ്പെടുത്തുന്നു, അതുകൊണ്ട് നീ എവിടെയും പൊക്കോളാനല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ ദൂതൻ ഈ ദാസിയോട് പറയുന്നത്, നീ വേഗം ചെന്നിട്ട് നീ അവൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. നമ്മുടെ ജഡം നമ്മുടെ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ താല്പര്യം. നമ്മുടെ ജഡത്തിന്റെ താല്പര്യം ഒന്നും നിവർത്തിക്കാതെ വണ്ണം ആത്മാവിന്റെ താല്പര്യം എന്താണോ ആ ആത്മാവിന്റെ താല്പര്യത്തിന് നമ്മൾ വിധേയപ്പെട്ട് നമ്മുടെ ജഡം ആത്മാവിന്റെ കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് ദൈവം ആശിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ താല്പര്യം അതാണ്. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പകർന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഹാഗാർ ഇങ്ങനെ ഓടിപ്പോയി. ഹാഗാർ ഓടിപ്പോയപ്പോൾ ദൂതനെ കാണുമ്പോൾ ഹാഗാർ അവിടെ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ഹാഗാർ ആണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മള് ഈ ദൈവത്തെ ദൈവം എന്ന് സംബോധന ചെയ്യുന്നത് സ്ത്രീകളിൽ ആദ്യത്തെ സ്ത്രീ ഈ ഹാഗാറാണ്. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അപ്പൊ ദൈവമേ എന്ന് ആദ്യമായിട്ട് പേർ വിളിക്കുന്നത് ഈ ഹാഗാറാണ്. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ആ കാലത്ത് ഒക്കെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യം, ദൈവം സർവവ്യാപിയാണ് എന്നുള്ള കാഴ്ചപ്പാട് വളരെ പരിമിതമായി മാത്രമേ, വളരെ അപൂർവം ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഒക്കെ ചിന്ത ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് കുടിയിരിക്കുന്നവനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ദൈവം പ്രത്യക്ഷപ്പെടാറുള്ളൂ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമുള്ളൂ, അല്ലെങ്കിൽ ദൈവം ഉള്ളൂ എന്ന് ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ആണത്. അതുകൊണ്ടാണ് ഇവള് പറയുന്നത്, എന്നെ കാണുന്നതുകൊണ്ട് ഞാൻ ഇവിടെയും കണ്ടുപോയി. ഇപ്പോ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോവുക, തന്റെ അബ്രഹാമിന്റെ ഭാര്യയുടെ ദാസിയായി നിലയ്ക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ ഇവള് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോവുക. ആ ഓടിപ്പോകുന്ന ഓട്ടത്തിലും ആ പോക്കിൽ പോലും ദൈവം ഇവളെ കാണുന്നുണ്ട്. ആശ്ചര്യത്തോടെ അവൾ അതാ പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞ് ഈ ദൈവമേ എന്ന് പേർ വിളിക്കുന്നു. അതിന്റെ 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, പിന്നെ ഹാഗാർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തന്റെ മകന് അബ്രഹാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 76 വയസ്സായിരുന്നു. 75 വയസ്സുള്ളപ്പോഴാണ് അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോൾ അബ്രഹാം അവിടുന്ന് പുറപ്പെട്ടു. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി, ഒരു സന്തതിക്ക് ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ 76 വയസ്സ് ആയപ്പം ഇസ്മായിൽ ജനിച്ചു. ഇസ്മായിൽ ജനിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തിന്റെ വചനം മുന്നോട്ട് നമ്മൾ കാണുമ്പം 13 വർഷം ദൈവവും അബ്രഹാമും തമ്മിൽ യാതൊരു കോൺവെർസേഷനോ യാതൊരു ആശയവിനിമയങ്ങളും ഇല്ലാതിരുന്ന ഒരു 13 വർഷം നമ്മൾ കാണുന്നുണ്ട്. ആ 13 വർഷത്തിന് ശേഷമാണ് നമ്മൾ പിന്നെയും
ദൈവം അബ്രഹാമിനെ സന്ധിക്കുന്നതായിട്ട് കാണുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ കാര്യം നമ്മളുടെ ഒരു മനുഷ്യന്റെയും യാതൊരു സഹകരണവും ഒരു മനുഷ്യന്റെ പോലും യാതൊരു വിധമായ സഹായങ്ങളും ദൈവം ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവം പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടാൻ വേണ്ടി എൻ്റെ യാതൊരു വിധത്തിലുള്ള എൻ്റെ ഹെൽപ്പും ദൈവത്തിന് ആവശ്യമില്ല, ഒരു സഹായം ദൈവത്തിന് ആവശ്യമില്ല. നേരെ മറിച്ച് എൻ്റെ സഹകരണം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ അതിനോട് ദൈവത്തിന്റെ വാക്യത്തോട്, ദൈവത്തിന്റെ താല്പര്യത്തോട് ഞാൻ എന്തുമാത്രം എൻ്റെ സഹകരണം എത്രമാത്രം ആഴത്തിലുണ്ടോ അത്രമാത്രം ദൈവത്തിന്റെ എന്നോടുള്ള, നമ്മുടെ ഓരോരുത്തരോടുള്ള ദൈവത്തിന്റെ വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടും. അതിന് നമ്മുടെ സഹകരണം മാത്രം ദൈവത്തിന് മതി. ദൈവം വാഗ്ദത്തം ചെയ്ത ഏത് കാര്യമാണെങ്കിലും അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അപ്പോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഈ സാറായിൽ നിന്ന് തന്നെ ഒരു മകൻ ജനിക്കണം എന്നായിരുന്നു ദൈവത്തിന്റെ താല്പര്യം. അല്ലാതെ ഈ ഹാഗാർ എന്നുള്ള നമ്മൾ കണ്ടല്ലോ, ഹാഗാർ എന്ന ഈ ന്യായപ്രമാണത്തിൽ നിന്ന് കൂടെ അല്ല ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി അവകാശിയായിത്തീരുന്നത്. നേരെ മറിച്ച് അത് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രമാണത്തിൽ കൂടെ ആണ് അഥവാ ആയിരിക്കണം എന്നാണ് ദൈവം താല്പര്യപ്പെട്ടത്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ ഈ അധ്യായങ്ങളിൽ കൂടെ എല്ലാം ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഇന്നലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, 4-ാം തലമുറക്കാര്, അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു പോയി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് 4-ാമത്തെ തലമുറക്കാര് അവിടെ നിന്ന് വിടുവിക്കപ്പെടുന്നു. അത് പക്ഷെ 4-ാം തലമുറയല്ല, 400 വർഷമല്ല, 430 വർഷം ആയപ്പോഴാണ് ഇസ്രായേൽ വിടുവിക്കപ്പെട്ടത് എന്ന് നാം കണ്ടു. അതിന്റെ ഒരു കാരണം നമ്മൾ ചിന്തിച്ചു. അത് അമോര്യരുടെ അതിക്രമം അതുവരെ തികഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു കാര്യം. എന്നാൽ മറ്റൊരു കാര്യം ഉണ്ട്, നമ്മൾ ഇന്നലെ അത് പറയാൻ സമയം എടുത്തില്ല. ആ കാരണം എന്ന് പറയുന്നത്, ഈ ഇസ്രായേൽ ജനം എന്നല്ല ആരും വിടുവിക്കപ്പെടാൻ വേണ്ടി അതിന് പിന്നിൽ വിടുവിക്കപ്പെടാനുള്ള ഒരു താല്പര്യം വിടുവിക്കപ്പെടേണ്ടവന് ആവശ്യമുണ്ട്. എനിക്ക് പാപത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടണം എന്ന് ഉള്ള താല്പര്യം എനിക്കുണ്ടെങ്കിൽ മാത്രമേ എന്നെ ആ പാപത്തിൽ നിന്ന് ദൈവം വിടുവിക്കാൻ ശ്രമിക്കത്തുള്ളൂ, താല്പര്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന് അപ്പോഴേ അങ്ങനെ മനസ്സുള്ളൂ. പാപത്തിൽ നിന്ന് തന്നെ രസിക്കുകയും അതിൽ നിന്ന് ഗുഡ് ബൈ പറയാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യനെ പോലും ദൈവം പാപത്തിൽ നിന്ന് വിടുവിക്കത്തുമില്ല. ഇവിടെ നമ്മള് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഈ ഇസ്രായേല് അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് കരഞ്ഞു. അപ്പൊ ഇസ്രായേല് നെടുവീർപ്പിട്ട് കരയാൻ താമസിക്കും തോറും അവരുടെ വിടുതലിന്റെ സമയം താമസിച്ചു. എത്ര നേരത്തെ പാപം സഹിക്കാൻ വയ്യാത്തതായി ഒരു മനുഷ്യന് തോന്നുന്നോ, അങ്ങനെ തോന്നി അതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ഒരു വല്ലാത്തൊരു ഒരു വ്യത, ഒരു ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു തേങ്ങല്, ഈ പാപത്തിന് എതിരായിട്ട്, പാപം എനിക്ക് വേണ്ട എന്നുള്ള ആ ഒരു കരച്ചിൽ, ഉൾവേദന ആർക്ക് എപ്പോഴുണ്ടാകുന്നു ആ സമയത്ത് മാത്രമേ ദൈവം അവരെ അതിൽ നിന്ന് വിടുവിക്കത്തുള്ളൂ. നേരെ മറിച്ച് പാപം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണെന്നും അതിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ആരെയും ദൈവം വിടുവിക്കത്തില്ല. അപ്പൊ ഇസ്രായേൽ മക്കള് അവരുടെ ഊഴിയവേല നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്നതിന് വേണ്ടി അവരുടെ ഊഴിയ വിചാരകന്മാരുടെ ഹൃദയത്തെ ദൈവം കഠിനമായ വേല അവരെ കൊണ്ട് ചെയ്യിച്ച ഒരു അവസ്ഥയിലേക്ക് ദൈവം അവരെ എത്തിച്ചു. അതുകൊണ്ട് അവർ കരയാൻ തുടങ്ങി. അന്നൊരു ഐഹികമായ ഊഴിയ വിചാരകരും ഊഴിയ വേലയുമായിരുന്നു. എന്നാൽ ഇന്ന് ഇത് പാപം നമ്മളെ കാർന്ന് തിന്നുന്ന, പാപം നമ്മളെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയാണ് അതെന്നുള്ള സത്യം നമ്മൾ ഒരുപാട് ദിവസം പഠിച്ചു. എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ
ഹാഗാറിന്റെ കാര്യത്തിലും അല്ലെ അബ്രഹാമിന്റെ കാര്യത്തിലും ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഹാഗാറിൽ നിന്ന് ഒരു മകൻ ജനിക്കണമെന്നല്ല, നേരെ മറിച്ച് വാഗ്ദത്തപ്രകാരമുള്ള സന്തതി ആണ് ഈ ഭൂമിയെ കൈവശമാക്കുന്നത്, അവകാശമാക്കുന്നതെന്ന് ദൈവം പറയണം. നിന്റെ സന്തതിക്ക് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നു. ആ സന്തതി എന്ന് പറയുന്നത് അത് ജഡപ്രകാരം ജനിച്ച മക്കളെയല്ല, സന്തതി എന്ന് പറയുന്നത് വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെയാണ്. ഈ ഹാഗാറിന്റെ ഈ ഇസ്മായിലിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണം, കിട്ടാൻ സാധ്യതയില്ല അതിന്റെ കാരണം, ഇസ്മായിൽ വാഗ്ദത്തപ്രകാരമല്ല ജഡപ്രകാരം ജനിച്ച സന്തതിയാണ്. അതുകൊണ്ട് വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെയാണ് സന്തതി എന്ന് വിളിക്കുന്നത്. അത് വളരെ ഭാഗ്യവശാൽ നാം ഓരോരുത്തരുമാണ് ആ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾ. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ മഹാകരുണ, ദയ നമ്മളുടെ തോന്നാൻ ദൈവത്തിന് കരുണ തോന്നി, അതോടെ നമുക്ക് ഇടപെടാതെ ദൈവത്തോട് നന്ദിയുള്ള ഒരു സ്തോത്രം ചെയ്യുന്നവരായിരിക്കാം. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധിയായി അനുകരിക്കുമാറാകട്ടെ.